ഇനി നമുക്ക് ഐസോമെറിസം എന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് കോമ്പൗണ്ട്സിന് പേരിടുക അതൊക്കെ പഠിച്ചിട്ടുണ്ട്. കൂടാതെ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? കാർബണിക സംയുക്തങ്ങളുടെ എണ്ണ കൂടുതലിനും വൈവിധ്യത്തിനും ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കാരണമാകുന്നു എന്ന് ബോധ്യമായല്ലോ. The presence of different functional groups contributes to the vast number and diversity of organic compounds. ഏതായാലും ചില സംയുക്തങ്ങളുടെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. The structural formulae of certain compounds are given below. Analyze them. അവ വിശകലനം ചെയ്യൂ. 4 കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ ഫോർമുലയാണ് തന്നിട്ടുള്ളത്. ഇവയിൽ ഒരേ തന്മാത്രാ സൂത്രമുള്ള സംയുക്തങ്ങൾ ഏതെല്ലാം? Which of these compounds have the same molecular formula? അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 4 കോമ്പൗണ്ട്സിന്റെയും മോളിക്കുലാർ ഫോർമുലകൾ എഴുതി നോക്കാം. ഒന്നാമത്തെ എങ്ങനെ എഴുതാം? സി. എത്ര സി ഉണ്ട്? 1 2 3 അല്ലെ? 3 കാർബൺ ഉണ്ട്. കാർബണിന്റെ സി ആണ് അല്ലെ? 3 എണ്ണം ഉണ്ട്. അപ്പൊ C3. H എത്ര ഉണ്ട്? ഇവിടെ 3, ഇവിടെ 1, 3 1 4 ആയി അല്ലെ? ഇവിടെയോ 3, ഇപ്പൊ 7 ആയി. 7. ഇനി Cl ക്ലോറോ ഗ്രൂപ്പ് എത്രയുണ്ട്? 1 ഉണ്ട്. ഒരു Cl ഉണ്ട്, ഒരു ക്ലോറിൻ. ഓക്കെ, ആ Cl എഴുതി വെച്ചു. C3H7Cl ആണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. അതേപോലെ രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും ഒക്കെ എഴുതി വെക്കുക. ഇനി നോക്കാലോ, എളുപ്പത്തിൽ മനസ്സിലാക്കാലോ. ഒരേ തന്മാത്രാ സൂത്രമുള്ളത് ഏതൊക്കെയാണ്? ഇതിനൊക്കെയാണ് ഒന്നാമത്തേതിനും നാലാമത്തേതിനുമാണ് ഒരേ തന്മാത്രാ സൂത്രമുള്ളത് അല്ലെ? അതുകൊണ്ട് നമുക്ക് എഴുതാം 1 and 4. ഓക്കെ, ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത്? What is the functional group in each of these? ഏതാണ് ഒന്നാമത്തേതിലും നാലാമത്തേതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്? ഏതാണ്? ഹാലോ ഗ്രൂപ്പ് ആണ് അല്ലേ? ഏതാണത്? ഏത് ഹാലോജൻ ആണ്? ക്ലോറിൻ ആണ്. നമുക്ക് പറയാം ക്ലോറോ ഗ്രൂപ്പ് എന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? ക്ലോറോ ഗ്രൂപ്പ്. ഈ ക്ലോറോ ഗ്രൂപ്പ്, ഫ്ലോറോ ഗ്രൂപ്പ്, അതിനൊക്കെ പൊതുവായിട്ട് അയോഡോ ഗ്രൂപ്പ്, അതിനെയൊക്കെ പൊതുവായിട്ട് പറയുന്നതാണ് ഹാലോ ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവയുടെ IUPAC നാമം എഴുതുക. Write the IUPAC name of these compounds. ഒന്നാമത്തേതിന്റെയും നാലാമത്തേതിന്റെ അല്ലെ? ഒന്നാമത്തെ ഏതാണ്? 2-chloropropane. നാലാമത്തേത് 1-chloropropane. ഈ പേരെങ്ങനെയാണ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയിൽ ഹാലോ ഗ്രൂപ്പ് ചേർന്നിരിക്കുന്ന സംയുക്തങ്ങളിലെ കാർബൺ ആറ്റത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യസ്തമല്ലേ? You can see that the position number of carbon atoms to which the halo group is attached differ in these compounds. അത് വ്യത്യസ്തമാണ്. ഇവയ്ക്ക് ഒരേ തന്മാത്രാ സൂത്രമാണെങ്കിലും വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തങ്ങളാണ്. Although the compounds have same molecular formulae, ഒരേ മോളിക്കുലാർ ഫോർമുല ആണെങ്കിലും they differ in their structural formulae. അവയുടെ സ്ട്രക്ചർ വരക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്. Therefore, അതുകൊണ്ട് these compounds exhibit differences in their chemical and physical properties. ഇങ്ങനെ വ്യത്യാസമുള്ളത് കൊണ്ട് ഈ സംയുക്തങ്ങൾ physical and chemical properties, chemical and physical properties എന്താണ്? രാസഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തത കാണിക്കുന്നു. ഇവയെ ഐസോമെറുകൾ എന്ന് അറിയപ്പെടുന്നു. Okay, they are known as isomers. Isomers എന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനുള്ളത് ഇവിടെ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആണത് ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ളതുമായ സംയുക്തങ്ങളെ ഐസോമെറുകൾ എന്ന് വിളിക്കുന്നു. Compounds having same molecular formula and different chemical and physical properties are called isomers. അവയാണ് ഐസോമെറുകൾ. ഈ പ്രതിഭാസത്തെ പറയുന്നതാണ് ഐസോമെറിസം. ഓക്കെ, ഈ ഫിനോമിനൻ ആണ് ഐസോമെറിസം. ഇനി എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ ഡിഫറെന്റ്. അവയുടെ ഈ സ്ട്രക്ചറൽ ഫോർമുല എഴുതുമ്പോൾ അതെന്താണ്? ഡിഫറെന്റ് ആണ്. ഇവയുടെ ഘടനാവാക്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഘടനയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഓർഗാനിക് സംയുക്തങ്ങൾ പലതരത്തിലുള്ള ഐസോമെറിസം പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഐസോമെറിസം പലതരത്തിലുണ്ടാകും. അത് നമുക്ക് പരിചയപ്പെടാം. Organic compounds show different types of isomerism based on the difference in structures. അതിൽ ഒന്നാമതായിട്ട് പഠിക്കാനുള്ളതാണ് ചെയിൻ ഐസോമെറിസം. രണ്ട് സംയുക്തങ്ങളുടെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു.
The structural formula of two compounds are given below. രണ്ട് സംയുക്തങ്ങളുടെയും തന്മാത്രാ സൂത്രം എഴുതുക. എന്താണ് തന്മാത്രാ സൂത്രം? കാർബൺ എത്രയുണ്ട് ഇതിൽ? 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ? രണ്ടിലും 4 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. ഹൈഡ്രജനോ 3 3 2 5 5 2 7 7 3 10. രണ്ടിലും 10 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ C4H10 ആണ് ഇവയുടെ മോളിക്കുലാർ ഫോർമുല. ഓക്കെ, C4H10. ഈ തന്മാത്രാ സൂത്രത്തിലെ പ്രത്യേകത എന്താണ്? മോളിക്കുലാർ ഫോർമുല ആർ സെയിം. തന്മാത്രാ സൂത്രങ്ങൾ ഒന്ന് തന്നെയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഇൻ ദ മോളിക്കുലാർ ഫോർമുല? മോളിക്കുലാർ ഫോർമുല ആർ സെയിം. പ്രത്യേകത അതാണ്, അവ ഒന്ന് തന്നെയാണ്. ഇവയുടെ IUPAC നാമം എഴുതുക. IUPAC നാമം എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതിന് എന്താണ്? ബ്യൂട്ടീൻ അല്ലെ? സിമ്പിൾ ആണ്, ബ്യൂട്ടീൻ ആണ് ഇത്. ഒന്നാമത്തെ ബ്യൂട്ടീൻ, ഇവിടെ ബ്യൂട്ടീൻ. ഓക്കെ, രണ്ടാമത്തേതോ? രണ്ടാമത്തേത് 2-methyl propene ആണ് അല്ലെ? ഇതൊരു ബ്രാഞ്ച് ആയിട്ട് വന്നു, ഇത് മെയിൻ ചെയിൻ ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേര് കൊടുക്കാം 2-methyl propene എന്ന പേര് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തത് 2-methyl propene. ഇവ ഐസോമറുകളാണെന്ന് ബോധ്യമായല്ലോ. ഈ രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ ഘടനയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ സംയുക്തങ്ങളിലെ കാർബൺ ആറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഘടന വരച്ചു നോക്കൂ. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദീസ് ആർ ഐസോമേഴ്സ് അല്ലെ? ഒരേ തന്മാത്രാ സ്വത്തം തന്നെയാണ് രണ്ടിന്റെയും. കൂടാതെ ഇവയുടെ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റുമാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇവ ഐസോമറുകളാണ്. ഹൗ ഡു ദീസ് കോമ്പൗണ്ട്സ് ഡിഫർ ഇൻ ദെയർ സ്ട്രക്ചർ? എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? Draw the structures of these compounds with the carbon atoms alone. അതായത് ഇവയുടെ സ്ട്രക്ചർ കാർബൺ ആറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നമുക്ക് വരച്ചു നോക്കാം. ഹൈഡ്രജൻ തൽക്കാലം വരക്കുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് എങ്ങനെ വരക്കാം? C ബോണ്ട് C ഇങ്ങനെ വരക്കാം അല്ലെ? സിംഗിൾ ബോണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ വരക്കാം. രണ്ടാമത്തേതോ? ഒന്നാമത്തെ ഏതാണിത്? ബ്യൂട്ടീൻ ആണ് അല്ലെ? ഒന്നാമത്തെ ചിത്രം വരച്ചു, അത് ബ്യൂട്ടീൻ ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടീൻ. ഓക്കെ, അപ്പൊ അതിന്റെ ചിത്രം നമ്മൾ കൊടുത്തു, ബ്യൂട്ടീന്റെ ചിത്രം ഇതാണ്. ഓക്കെ, രണ്ടാമത്തേത് 2-methyl propene, അതിന്റെ ചിത്രം നമുക്ക് ഇങ്ങനെ വരക്കാം. ഇപ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും ചെയിൻ ഘടന വ്യത്യസ്തമാണ് അല്ലെ? ഇവയുടെ ചെയിൻ ഘടന വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. Although the molecular formula of these compounds are the same, അത് സെയിം ആണെങ്കിലും the structures of the carbon chain are different. ഈ കാർബൺ ചെയിനിന്റെ ആ സ്ട്രക്ചറിലെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഇത്തരം ഐസോമറുകളാണ് ചെയിൻ ഐസോമറുകൾ. Such isomers are called chain isomers. അപ്പോൾ എന്താണ് ചെയിൻ ഐസോമറുകൾ? എന്താണ് ചെയിൻ ഐസോമെറിസം എന്നൊക്കെ ചോദിച്ചാൽ എന്തെഴുതാം? ഒരേ തന്മാത്രാ സൂത്രമുള്ളവയും എന്നാൽ കാർബൺ ചെയിനിന്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുകയും ചെയ്യുന്ന സംയുക്തങ്ങളെ ചെയിൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നു. ഈ പ്രതിഭാസത്തെ ചെയിൻ ഐസോമെറിസം എന്നും പറയുന്നു. കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല അല്ലെ? ഐസോമറുകൾ ആകണമെങ്കിൽ എന്തായാലും സെയിം മോളിക്കുലാർ ഫോർമുല ആകണം. But differ in the structures of carbon chain. ആ കാർബൺ ചെയിനിന്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടാകും. Are called chain isomers. This phenomenon, ഈ പ്രതിഭാസമാണ് ചെയിൻ ഐസോമെറിസം എന്ന് അറിയപ്പെടുന്നത്. പെന്റെയിനിന്റെ C5H12 ആണ് പെന്റെയിന്റെ മോളിക്കുലാർ ഫോർമുല. രണ്ട് ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. The structural formula of two chain isomers of pentane are given below. മൂന്നാമത്തെ ഐസോമറിന്റെ ഘടനാവാക്യം കണ്ടെത്തി എഴുതുക. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തേതിന്റെ ഘടനാവാക്യം എഴുതുക. The structural formula of the third isomer. നോക്കുക, ഒന്നാമത്തത് ഇങ്ങനെയുണ്ട് അല്ലെ? പെന്റീൻ. രണ്ടാമത്തതോ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം, അതായത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉൾപ്പെടുത്തി ഇങ്ങനെ എഴുതാം. ഇതിന്റെ പേരെന്താകും? മെയിൻ ചെയിൻ ആയിട്ട് പരിഗണിച്ചാൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ 2-methyl butene എന്ന പേര് വരും അല്ലെ? ഇവയുടെ ആ കാർബൺ ചെയിനിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നല്ലോ. ഇനിയോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, അതായത് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഇത് മെയിൻ ചെയിൻ, അതായത് പ്രൊപ്പീൻ ചെയിൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പ്, ഇത് പേര് വരും 2,2-dimethyl propene എന്നാണ് പേര് കൊടുക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഇതാണ് മൂന്നാമത്തത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വരക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ സംയുക്തത്തിന് എത്ര ചെയിൻ ഐസോമറുകൾ സാധ്യമാണ്? എഴുതി നോക്കൂ. ഹൗ മെനി ചെയിൻ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട്? ഇരിക്കുന്ന കോമ്പൗണ്ടിന് എത്ര ചെയിൻ ഐസോമറുകൾ സാധ്യമാണ്? അപ്പോൾ അത് എത്ര എണ്ണം സാധ്യമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്നും വരച്ചിട്ട് കണ്ടുപിടിക്കുക. ഒന്നാമത്തത് ഇത് തന്നെയാണ് അല്ലേ? ഒന്നാമത്തത് ഇത് തന്നെയാണ്. എന്താണിത്? 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഉണ്ട്. ആൽക്കീൻ ആണ്. അപ്പൊ ഹെക്സെയിൻ അത് ഒന്നാമത്തത്. രണ്ടാമത്തെ എങ്ങനെ വരക്കാം? ഒരെണ്ണം നമുക്ക് ബ്രാഞ്ച് ആയിട്ട് വരക്കാം അല്ലെ? അതായത് ഇതിൽ 6 കാർബൺ ആറ്റങ്ങളുണ്ട്. അടുത്തതിൽ മെയിൻ ബ്രാഞ്ചിൽ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റവും ഒന്ന് ഒരു ബ്രാഞ്ച് ആയിട്ടും കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റങ്ങളുണ്ട്, ഒന്ന് ബ്രാഞ്ച് ആയിട്ട് കൊടുത്തു, മിഥൈൽ ബ്രാഞ്ച് കൊടുത്തു. ഇനിയോ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ മാറ്റിയിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് വരക്കാം അല്ലെ? അതായത് ഈ ബ്രാഞ്ച് ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഇത് നമുക്ക് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് വരക്കാലോ. അതാണ് ഇവിടെ മൂന്നാമത് വരച്ചത്. ഓക്കെ, ഇവ കാർബൺ ചെയിനിൽ വ്യത്യാസം ഉണ്ടല്ലോ ഇവ തമ്മിലൊക്കെ. അടുത്തായിട്ട് എന്ത് വരക്കാൻ കഴിയും? ഇതേ മീഥൈൽ ഗ്രൂപ്പിനെ നാലാമത്തേൽ വരച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, നാലാമത്തേൽ വരച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്പർ ഇടുന്നെങ്കിൽ അത് 1 2 രണ്ടാമത്തേതിലല്ലേ? അതായത് രണ്ടാമത്തേതിൽ മീഥൈൽ ബ്രാഞ്ച് വരും. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ മൂന്നാമതായിട്ട് രണ്ടാമതായിട്ട് വരച്ചിട്ടുള്ളത്. കണ്ടോ, 1 2 രണ്ടാമത്തേൽ മീഥൈൽ ബ്രാഞ്ച്. നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് മാറ്റി വരക്കുകയാണെങ്കിൽ 1 2 ഈ ഒരു വശത്ത് നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തായിട്ട് വരും. അതായത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ ഇടത്തുനിന്ന് വലത്തോട്ട് എണ്ണുമ്പോൾ രണ്ടാമത്തേതിൽ മീഥൈൽ ബ്രാഞ്ച്, ഇതിന് നമ്മൾ ഇപ്പുറത്തേക്ക് വരക്കുന്നുണ്ടെങ്കിൽ വലത്തു നിന്ന് ഇടത്തോട്ട് എണ്ണുമ്പോൾ മീഥൈൽ ബ്രാഞ്ച്. അപ്പൊ അത് രണ്ടും സെയിം ആയി. അപ്പൊ നമുക്ക് ഇത്രേ കഴിയൂ. ഇനി എന്ത് ചെയ്യാം? അടുത്തതിൽ ഇവിടെയൊക്കെ 5 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ ആയിരുന്നു വരച്ചത് അല്ലെ? അടുത്തതിൽ ഇനി എന്ത് ചെയ്യണം? 4 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ വരച്ചു. എന്നിട്ട് 2 മീഥൈൽ ഗ്രൂപ്പുകളെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. ആ രീതിയിൽ നമുക്ക് വരക്കാം. ഇനി എന്ത് ചെയ്യാം? ഈ 2 മീഥൈൽ ഗ്രൂപ്പിനെയും ഒരേ കാർബൺ ആറ്റത്തിൽ വരുന്ന രീതിയിലും അറ്റാച്ച് ചെയ്യാം. ഇവിടെ വേറെ വേറെ കാർബൺ ആറ്റത്തിലായിരുന്നു അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അടുത്തിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പിനെ ഇവിടത്തേക്ക് തന്നെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ രീതിയിൽ വരും. സി കണ്ടോ, ഇത് മെയിൻ ചെയിൻ ആയിട്ട് പരിഗണിക്കാം. ബ്യൂട്ടീൻ ചെയിൻ മെയിൻ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ മുകളിലും താഴെയുമായിട്ട് ഓരോ മീഥൈൽ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഐസോമറുകളാണ് നിങ്ങൾ വരക്കാൻ കഴിയുന്നത്. നിങ്ങൾ വേറെ ഏത് രീതിയിൽ വരച്ചു നോക്കിയാലും അതിന് ഈ നമ്മൾ വരച്ച ഏതെങ്കിലും ആയിട്ടൊക്കെ സമാനതയുണ്ടാകും. ഓക്കെ, എത്രയാണ്? 5 ചെയിൻ ഐസോമറുകൾ സാധ്യമാണ്. അവ ഇതേപോലെ എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞല്ലേ ചെയിൻ ഐസോമെറിസം. അടുത്തത് പൊസിഷൻ ഐസോമെറിസം ആണ്. രണ്ടാമത്തേത് പൊസിഷൻ ഐസോമെറിസം. നിങ്ങൾക്ക് പരിചിതമായ 2 സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. The structure formula of 2 familiar compounds are provided below. അവ വിശകലനം ചെയ്യൂ. Analyze them. നോക്കുക, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? OH ഗ്രൂപ്പ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ എഴുതി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് എഴുതി. ഇവയുടെ തന്മാത്രാ സൂത്രം എന്ത്? വാട്ട് ഈസ് ദെയർ മോളിക്കുലാർ ഫോർമുല? ഇവ രണ്ടിലും 3 കാർബൺ വീതമാണുള്ളത്. അപ്പൊ C3 8 അപ്പൊ H8. ഓക്സിജനോ ഒന്നാണുള്ളത്. അപ്പൊ H8O. C3 H8O ആണ് തന്മാത്രാ സൂത്രം. ഇവയുടെ IUPAC നാമം എഴുതുക. ഒന്നാമത്തേതിന്റെ എന്താണ്? പ്രൊപ്പൻ 1-ol. ഓക്കെ, പ്രൊപ്പൻ 1-ol. രണ്ടാമത്തേത് പ്രൊപ്പൻ 2-ol. രണ്ടാമത്തേതിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ പ്രൊപ്പൻ 2-ol. ഈ 2 സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ വിശകലനം ചെയ്തതിലൂടെ by analyzing the structural formula of these 2 compounds it's clear that നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവയുടെ തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ വ്യത്യസ്തമാണെന്ന് വ്യക്തമാണ്. molecular formula are the same. അത് സെയിം ആണ് molecular formula, but the position numbers of their functional groups are different. അല്ലേ? അവയുടെ പൊസിഷൻ നമ്പർ വ്യത്യസ്തമാണ്. Such isomers are known as position isomers. ഇവയാണ് പൊസിഷൻ ഐസോമറുകൾ.
ഇത്തരം ഐസോമറുകളാണ് പൊസിഷൻ ഐസോമറുകൾ. ഓക്കെ, ഒരേ തന്മാത്രാ സൂത്രവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവയെ പൊസിഷൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നു. ഈ പ്രതിഭാസത്തെ പൊസിഷൻ ഐസോമെറിസം എന്നും പറയുന്നു. When two compounds have same molecular formula and same functional group, അല്ലെ, ഒരേ മോളിക്കുലാർ ഫോമുലയും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുമാണ്, എന്നാൽ differ in the position of the functional group, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസമുണ്ടെങ്കിൽ they are called position isomers and this phenomenon is known as position isomerism. ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ജോഡി സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ കൂടി വിശകലനം ചെയ്യും. Analyze the structural formula of two pairs of compounds given below. ഒന്നാമത്തെ ജോഡി പെയർ 1. ഈ ഒന്നാമത്തെ പെയറിൽ ഇവയുടെ രണ്ടിന്റെയും തന്മാത്രാ സൂത്രം എഴുതിയാൽ നമുക്ക് കിട്ടും C4H8 ആണ്. രണ്ടിന്റെയും എണ്ണി നോക്കിയിട്ട് എഴുതുക. ഇവയുടെ IUPAC നാമം എഴുതുക. നമ്മൾ 14-ാം പേജിൽ, ടെക്സ്റ്റ് ബുക്കിൽ 14-ാം പേജിലുണ്ട് എങ്ങനെയാണ് അപൂരിത ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുന്നതെന്ന്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവയുടെ IUPAC നാമം എങ്ങനെ എഴുതാം? ഒന്നാമത്തേത് ബ്യൂട്ട് 1 ഈനാണ്, രണ്ടാമത്തേത് ബ്യൂട്ട് 2 ഈനാണ്. ഓക്കെ, ബ്യൂട്ട് 1 ഈനും ബ്യൂട്ട് 2 ഈനും. ഓക്കെ, അത് ഓർമ്മയില്ലെങ്കിൽ അതൊന്നും കൂടെ നോക്കിയിട്ട് വരിക. What type of isomerism do they exhibit? ഇവയിലെ ഐസോമെറിസം പൊസിഷൻ ഐസോമെറിസം ആണ്. ഓക്കെ, അതായത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിലല്ലേ വ്യത്യാസമുള്ളത്. സൂത്രം ഒരുപോലെയാണെങ്കിലും നിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യസ്തമായതാണ് ഇവ പൊസിഷൻ ഐസോമെറിസം പ്രകടിപ്പിക്കാൻ കാരണം. അതായത് നിബന്ധനത്തിനെ നമ്മൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും ഇവ പൊസിഷൻ ഐസോമെറിസം പ്രകടിപ്പിക്കുന്നു എന്ന്. ഓൾദോ their molecular formula are the same, the position of the double bond in them differs. അത് മാറ്റമുണ്ട്. Hence they exhibit position isomerism. രണ്ടാമത്തെ ജോഡി പെയർ 2. ഇവയുടെ രണ്ടിന്റെയും തന്മാത്രാ സൂത്രം എഴുതി നോക്കിയാൽ C4H6 എന്ന തന്മാത്രാ സൂത്രം തന്നെയാണ് കിട്ടുന്നത് രണ്ടിനും. അതായത് 4 കാർബൺ ആറ്റവും ഉണ്ട്, 6 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. പക്ഷെ ഇവയിലെ ട്രിപ്പിൾ ബോണ്ടിന്റെ ഈ പൊസിഷൻ വ്യത്യസ്തമല്ലേ? ഇവയുടെ IUPAC നാമം എഴുതിയാൽ ഒന്നാമത്തതിന്റെ പേര് ബ്യൂട്ട് 1 അയിനാണ്, രണ്ടാമത്തതിന്റെ പേര് ബ്യൂട്ട് 2 അയിനാണ്. ഏതുതരം ഐസോമെറിസമാണ് ഇവ പ്രകടിപ്പിക്കുന്നത്? What type of isomerism do they exhibit? പൊസിഷൻ ഐസോമെറിസം തന്നെയാണ്. ഓക്കെ, ഇവയുടെ തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും നിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യസ്തമാണല്ലോ. ഇതാണ് ഇവ പൊസിഷൻ ഐസോമെറിസം പ്രകടിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിനുള്ള കാരണം. ഓൾദോ their molecular formula are the same, അത് സെയിം ആണെങ്കിലും the position of the triple bond, ആ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ വ്യത്യസ്തമാണ്, is different. Hence they exhibit position isomerism. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി നിബന്ധനത്തിനെയും ത്രിബന്ധനത്തിനെയും ഫങ്ഷണൽ ഗ്രൂപ്പായാണ് പരിഗണിച്ചിരിക്കുന്നത്. ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആർ ഓൾസോ കൺസിഡർഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ സംയുക്തത്തിന്റെ എല്ലാ പൊസിഷൻ ഐസോമറുകളുടെയും ഘടനാവാക്യങ്ങൾ എഴുതുക. Write down the structural formula of all the possible position isomers of the compound. ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ക്ലോറോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഐസോമർ വരക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ ഐസോമർ ആണ്. അപ്പോൾ ക്ലോറോ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യസ്തമാകണം അല്ലേ? ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ്, നമുക്ക് അടുത്തതിൽ രണ്ടാമത്തേതായിട്ട് വരക്കാം. ഓക്കെ, കണ്ടോ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്താൽ 1, 2, രണ്ടാമത്തിൽ കിട്ടി. ഇനി ഇവിടെ അടുത്തെന്ത് വരക്കാം? മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ട് വരക്കാം. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്താൽ 1, 2, 3 മൂന്നാമത്തേൽ വരക്കാം. ഓക്കെ, നാലാമത്തേലായിട്ട് വരക്കാൻ കഴിയുമോ? നിങ്ങൾ നാലാമത്തെ ഇവിടെ വരച്ചു വിചാരിച്ചോ 1, 2, 3, 4. പക്ഷെ അതേസമയം നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്താലോ 1, 2 എന്ന നമ്പറാണ് കിട്ടുന്നത്. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും വരച്ചിട്ടുള്ളത് രണ്ടാമത്തേതിൽ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 1 ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, പിന്നെ 2 ഇത്, 3 ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെൻഡൻ 2 ഓൺ എന്ന സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം IUPAC നാമം എന്നിവ എഴുതുക. പെൻഡൻ 2 ഓൺ 5 കാർബൺ ആറ്റാണ്. അതിൽ രണ്ടാമത്തെ ആ പൊസിഷനിൽ എന്താണ്? ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് കൂടി എഴുതുമ്പോൾ ഇങ്ങനെ വരും സ്ട്രക്ചർ ഫോർമുല: CH3CO CH2 CH2 CH3. ഇനി പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ കീറ്റോ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യസ്തമായിരിക്കണം അല്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് വരക്കുമ്പോൾ കണ്ടോ, ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്തിന് പകരം മൂന്നാമത്തെ സ്ഥാനത്തായിട്ട് വരക്കാം. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ,
ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും പിന്നെ ഇത് അടുത്തതായിട്ട് വരക്കാം. ഇവ രണ്ടും പൊസിഷൻ ഐസോമെറുകളാണ്. അടുത്ത ഐസോമെറിസമാണ് ഫങ്ഷണൽ ഐസോമെറിസം. ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഇവ ഐസോമെറുകളാണ്. അതായത് അവയുടെ തന്മാത്രാ സൂത്രം മോളിക്കുലാർ ഫോമിലെ സെയിം ആണ്. പക്ഷേ അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിരിക്കും. നോക്കാം. ചുവടെ 2 സംയുക്തങ്ങളുടെ ഘടനാവാക്യം, IUPAC നാമം എന്നിവ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണവ? എഥനോളും മീഥോക്സി മീഥെയ്നും. ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതെല്ലാം? കോമ്പൗണ്ട് 1ൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. കോമ്പൗണ്ട് 2ൽ ആൽക്കോക്സി ഗ്രൂപ്പാണ്. റൈറ്റ് ദെയർ മോളിക്കുലാർ ഫോർമുല. ഇവയുടെ തന്മാത്രാ സൂത്രം രണ്ടിന്റെയും C2H6O തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഈ 2 സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഇവയുടെ തന്മാത്രാ സൂത്രം ഒരുപോലെയാണെന്നും they have the same molecular formula എന്നും but different functional groups എന്നും അറിയാം. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണെന്നും കാണാം. ഇത്തരം ഐസോമെറുകളാണ് ഫങ്ഷണൽ ഐസോമെറുകൾ. Such isomers are called functional isomers. അതാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. സംയുക്തങ്ങളുടെ തന്മാത്രാ സൂത്രം ഒന്നു തന്നെയാണെങ്കിലും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമെങ്കിൽ അവയെ ഫങ്ഷണൽ ഐസോമെറുകൾ എന്നും ഈ പ്രതിഭാസത്തെ ഫങ്ഷണൽ ഐസോമെറിസം എന്നും പറയുന്നു. When compounds have the same molecular formula but different functional groups, they are known as functional isomers, and this phenomenon is called functional isomerism. 2 സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. The structural formula of 2 compounds are given below. ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അല്ലേ. രണ്ടാമത്തേതിലോ കീറ്റോ ഗ്രൂപ്പാണ്. ഇവയുടെ രണ്ടിന്റെയും തന്മാത്രാ സൂത്രം എഴുതി നോക്കിയാൽ രണ്ടും നമുക്ക് കിട്ടുന്നത് C3H6O എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവ ഏത് ഐസോമെറിസമാണ് പ്രകടിപ്പിക്കുന്നത്? ഫങ്ഷണൽ ഐസോമെറിസമാണ്. കാരണം മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഫങ്ഷണൽ ഐസോമെറിസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സംയുക്തത്തിന്റെ ഇത് ഏത് സംയുക്തമാണിത്? ബ്യൂട്ടൻ 1 ആൽ അല്ലെ. ബ്യൂട്ടൻ 1 ആൽ എന്ന സംയുക്തമാണ്. ഇതിന്റെ ഫങ്ഷണൽ ഐസോമെറിന്റെ ഘടനാവാക്യം, IUPAC നാമം എന്നിവ എഴുതുക. Write the structural formula and IUPAC name of the functional isomer of the compound ബ്യൂട്ടൻ 1 ആൽ. എങ്ങനെ എഴുതാം? അതായത് നമുക്ക് അറിയാം, ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോൾ നമുക്കതിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് ഒരു കീറ്റോ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടിനെ എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കാർബൺ ആറ്റം വേണം? 1 2 3 4 4 കാർബൺ ആറ്റം വേണം. 4 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് അതിനിടയിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് നമുക്കിങ്ങനെ ചേർക്കാം. CO അല്ലെ, ഇത് കീറ്റോ ഗ്രൂപ്പ് ആക്കി. എന്നിട്ട് ബാക്കി ഹൈഡ്രജൻസ് കൂടി ഫില്ല് ചെയ്യാം. ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ടൻ 2-on. എന്താണ് അടുത്ത ടോപ്പിക്? ഇവിടെ നോക്കുക. The structural formulae of 2 ethers are given below. ഇതെന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഇത്തരം കോമ്പൗണ്ട്സ് ഈഥേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പഠിച്ചിട്ടുണ്ട്. 2 ഈഥറുകളുടെ ഘടനാവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയുടെ തന്മാത്രാ സൂത്രം എഴുതുക. രണ്ടിന്റെയും തന്മാത്രാ സൂത്രം C4H10O എന്നാണ്. Now examine the alkyl groups on either side of the ether linkage. ഏതാണ് ഈഥർ ലിങ്കേജ്? ഇത്. ഓക്കെ, ഇത് ഈഥർ ലിങ്കേജ് O എന്ന് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇതിന്റെ either sides, രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളൊന്ന് ശ്രദ്ധിക്കുക. ഇവയിലെ ഈഥർ ലിങ്കേജിന്റെ ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ പരിശോധിക്കുക. സംയുക്തം 1ലെ ഈഥർ ലിങ്കേജിന്റെ ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ത്? ഒന്നാമത്തെ സംയുക്തം നോക്കുക. ഇരുവശത്തും ഉള്ളത് ഒരേപോലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് അല്ലെ. രണ്ടും ഈഥൈൽ ഗ്രൂപ്പ്സ് ആണ്. അത് നമുക്ക് എഴുതാം. രണ്ട് വശത്തും ഒരേ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഏതാണവ? ബ്രാക്കറ്റ് കൊടുക്കാം. ഈഥൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബോത്ത് ആർ സെയിം, രണ്ടും സെയിം ആണ്, ഈഥൈൽ ഗ്രൂപ്പ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെക്കുലിയർ അബൌട്ട് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഈഥർ ലിങ്കേജ് ഇൻ കോമ്പൗണ്ട് 2? രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുക. ഇവിടെ ഒരു സൈഡിൽ മീഥൈൽ ഗ്രൂപ്പാണ്, മറ്റേ സൈഡിലോ പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. നമുക്ക് എഴുതാം, ബോത്ത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻ്റ് ആണ്. ഒന്ന് എന്താണ്? ഈഥൈൽ ഗ്രൂപ്പ്, മറ്റേത് പ്രൊപ്പൈൽ ഗ്രൂപ്പ്. അതായത് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളും വ്യത്യസ്തമാണ്. ബ്രാക്കറ്റിൽ
ആ രണ്ടെണ്ണത്തിന് പേര് കൊടുക്കുക. ഈഥൈൽ ഗ്രൂപ്പും പ്രൊപ്പൈൽ ഗ്രൂപ്പും. സംയുക്തം 1ലെ ഈഥർ ലിങ്കേജിന്റെ ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒന്ന് തന്നെയാണെന്നും സംയുക്ത 2ലെ ഈഥർ ലിങ്കേജിന്റെ ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെന്നും മനസ്സിലായല്ലോ. In compound 1, the ethyl linkage has same alkyl groups on either side. രണ്ട് സൈഡിലും സെയിം ആണ്. Whereas in compound 2, the ethyl linkage has different alkyl groups on either side. These types of isomers are called metamers. ഇവയെ നമുക്ക് ഇത്തരം ഐസോമറുകളെ മെറ്റാമറുകൾ എന്ന് പറയാം. ഓക്കെ, ഇത്തരം ഐസോമറുകളാണ് മെറ്റാമറുകൾ. അതായത് ഒരേ തന്മാത്രാ സൂത്രമുള്ളതും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകളുള്ളതുമായ ഐസോമറുകളാണ് മെറ്റാമറുകൾ. Compounds having same molecular formula but different alkyl groups attached to either side of the function group. ആ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെ മെറ്റാമറുകൾ എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതിന് രണ്ടിന്റെയും തന്മാത്രാ സൂത്രം എഴുതിയാൽ ഒന്ന് തന്നെയാണ്. C5H10O ആണ്. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ കീറ്റോ ഗ്രൂപ്പിന്റെ രണ്ട് വശത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ നോക്കുക. ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ്, ഇവിടെയും ഈഥൈൽ ഗ്രൂപ്പ്. എന്നാൽ രണ്ടാമത്തേതിലോ ഒരു സൈഡിൽ മീഥൈൽ ഗ്രൂപ്പ്, മറു സൈഡിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇവയും മെറ്റാമറുകളാണ്. ഒരേ തന്മാത്രാ സൂത്രമുള്ളതും സംയോജകത 2 വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ, അതായത് സംയോജകത 2 വരുന്ന പറഞ്ഞാൽ ഇവിടെ കണ്ടോ CO വരുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് വരും, ഇവിടെ ഒരു ബോണ്ട് വരും, അതായത് സംയോജകത 2. അതേപോലെയാണ് നമ്മൾ നേരത്തെ ഈഥർ ലിങ്കേജിന്റെ ആ ഒരു കാര്യം കണ്ടത്. ഓക്കെ, അതാണ് കണ്ടോ, O ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും അതേപോലെ CO രണ്ട് സൈഡിലോട്ടും. ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വ്യത്യാസവും കൊണ്ടുണ്ടാകുന്ന ഐസോമെറിസത്തെ മെറ്റാമെറിസം എന്നു പറയുന്നു. The isomerism exhibited by compounds with the same molecular formula but different alkyl groups on either side, രണ്ട് സൈഡിലും different alkyl groups of the bivalent functional group. അതായത് ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് ഇതുപോലുള്ള രണ്ട് വര പോകുന്നുണ്ട്, രണ്ട് വര. ഓക്കെ, അതായത് രണ്ട് ബോണ്ടുകൾ ഇരു സൈഡിലുമായിട്ട് ഇതിന് ഫോം ചെയ്യാൻ കഴിയും. കണ്ടോ, O നല്ല കീറ്റോ ഗ്രൂപ്പ് കണ്ടോ, CO കൊണ്ട് ഇവിടെ കീറ്റോ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലോട്ടും ബോണ്ട് ഉണ്ട്. ഈസ് നോൺ ആസ് മെറ്റാമെറിസം. മുകളിൽ നൽകിയിരിക്കുന്ന സംയുക്തങ്ങൾ പൊസിഷൻ ഐസോമറുകൾക്കും ഉദാഹരണമാണ്. അതായത് ഇവ നോക്കിക്കോളൂ, ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യസ്തത ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവ പൊസിഷൻ ഐസോമറുകൾക്കും ഉദാഹരണമാണ്. It's understood that the above metamers are also examples of position isomers. Write the structure formula and IUPAC names of any two metamers of the compound. താഴെ കൊടുത്തിരിക്കുന്നതിന് രണ്ട് മെറ്റാമേഴ്സ് എഴുതുക. എങ്ങനെ എഴുതാം നോക്കുക. ഈ O എന്നത് നമ്മൾ ഇവിടെ വരക്കുന്നത് വിചാരിച്ചു, ഇവിടെ എഴുതുന്നു, എന്നിട്ട് ഇവിടെ നമ്മൾ CH2 എന്ന് എഴുതുന്നു. ഇപ്പോൾ ഇതൊരു മെറ്റാമർ അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പും ഈ സൈഡിൽ 1 2 3 4 കാർബൺ ആറ്റം വരുമ്പോൾ ബ്യൂട്ടൈൽ ഗ്രൂപ്പുമാണ് അല്ലേ? ഇനി അതിന് പകരം ഞാൻ ഈ Oയെ ഇവിടെ എഴുതുന്നതിന് പകരം ഇവിടെ ചേർക്കുന്നു, എന്നിട്ട് ഇവിടെയും CH2 തന്നെ ആക്കുന്നു വിചാരിച്ചോ, CH2. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലേ ഈഥർ ലിങ്കേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് മീഥൈൽ ഗ്രൂപ്പും മറുവശത്ത് പെൻഡൈൽ ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇത് മറ്റൊരു മെറ്റാമറാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വരക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങൾ പരിശോധിച്ച് ഐസോമർ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഓരോ ജോഡിയും പ്രദർശിപ്പിക്കുന്ന ഐസോമെറിസം എന്താണെന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ isomeric pairs. Specify the type of isomerism exhibited by each pair. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ കോമ്പൗണ്ടിന്റെയും തന്മാത്രാ സൂത്രം, മോളിക്കുലാർ ഫോർമുല ഇങ്ങനെ എഴുതി വെക്കുക. ഇത് C4H10O, ഇതും C4H10O തന്നെയാണ്, ഇതും C4H10O തന്നെയാണ്, ഇത് C5H12 ആണ്. O ഇല്ലല്ലോ ഇതിൽ, ഇല്ല. ഇതോ C5H12 ആണ്, ഇത് C4H10O ആണ്. ഇനി നോക്കുക, ചെയിൻ ഐസോമെറിസം പ്രകടിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ആ ചെയിൻ, കാർബൺ ചെയിനിന്റെ ഘടനയിൽ വ്യത്യസ്തത കാണിക്കുന്നത് അല്ലേ? അപ്പോൾ 2 and 4. പൊസിഷൻ ഐസോമെറിസം കാണിക്കുന്നതോ
നോക്കുക 1ഉം 6ഉം നോക്കുക. ഈ ഒന്നാമത്തേതിൽ OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഈ ഒന്നാമത്തെ കാർബണിലായിട്ടാണ് വരുന്നത് അല്ലേ. എന്നാൽ ആറാമത്തേതിലോ 1, 2 രണ്ടാമത്തെ കാർബണിലായിട്ടാണ് OH ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ 1ഉം 6ഉം ഒരു എക്സാമ്പിളാണ്. ഇനി 3ഉം 5ഉം നോക്കുക. ഇത് മൂന്നാമത്തത്, ഇത് അഞ്ചാമത്തത്. ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു കണ്ടീഷനായി. ഇനി പൊസിഷൻ ഐസോമറിസത്തിൻ്റെ അടുത്ത കണ്ടീഷൻ എന്താണ്? ഈ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വ്യത്യസ്തത ഉണ്ടാകണം. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെയാണുള്ളത്, ഇവിടെയോ പൊസിഷൻ മാറിയല്ലേ. അതുകൊണ്ട് ഇത് 3ഉം 5ഉം ഇവയും പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിൾസ് തന്നെയാണ്. ഇനി ഫങ്ഷണൽ ഐസോമറിസം എന്ന് വെച്ചാൽ മോളിക്കുലർ ഫോർമുല സെയിം ആവണം, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിരിക്കണം. ഈ ഒന്നാമത്തതിൽ OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, രണ്ടാമത്തതിലോ ആൽക്കോക്സി ഗ്രൂപ്പാണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്. അതുകൂടാതെ ഇവിടെ തന്മാത്രാ സൂത്രം സെയിം തന്നെയാണ്. അതുകൊണ്ട് 1ഉം 3ഉം ഒരു എക്സാമ്പിളാണ്. അതേപോലെ 1ഉം 5ഉം നോക്കുക. ഇവിടെ OH ഗ്രൂപ്പ്, ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ 1ഉം 5ഉം അതും ഒരു എക്സാമ്പിളാണ്. ഇനി ഇവിടെയില്ലേ, ഇത് നോക്കാലോ, 6ഉം 3ഉം നോക്കുക. വ്യത്യസ്തമാണല്ലോ ഫങ്ഷൻ ഗ്രൂപ്പ്. ഇവിടെ OH ഗ്രൂപ്പാണ്, ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ ഇതും ഒരു പെയറായിട്ട് കണക്ക് കൂട്ടാം. 6ഉം 3ഉം. ഇനി ഈ 6ഉം ഈ 5ഉം നോക്കിയാലോ, ഫങ്ഷൻ ഗ്രൂപ്പുകൾ വ്യത്യാസമുണ്ടല്ലോ. OH ഗ്രൂപ്പും ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പുമാണ്. അതുകൊണ്ട് 6ഉം 5ഉം ഇവയും എഴുതാം. മെറ്റാമെറിസം എന്ന് വെച്ചാൽ ഇരുവശങ്ങളിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ വ്യത്യാസം ഉണ്ടാവണം അല്ലേ. അതായത് 3ഉം ഈ 5ഉം നോക്കുക. ഇവിടെ ഒരു സൈഡിൽ മീഥൈൽ ഗ്രൂപ്പും ഈ ഒരു സൈഡിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ്. പക്ഷെ ഇവിടെയോ രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.